രണ്ടാഴ്ച മുമ്പായിരുന്നു മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ 86-ാം പിറന്നാൾ ആഘോഷിച്ചത്. യുഎസിലെ ഇളയ മകന്റെ വീട്ടിൽ സദ്യയും ആഘോഷങ്ങളും ചെറിയ ആഘോഷങ്ങളുമൊക്കെയായി അദ്ദേഹം ഒതുങ്ങിക്കൂടിയപ്പോൾ മകൻ വിജയ് യേശുദാസാണ് അപ്പയ്ക്കുവേണ്ടി മൂകാംബികാ ദേവിക്ക് മുന്നിൽ സംഗീത സമർപ്പണം നടത്തിയത്. യേശുദാസ് ഏറ്റവുമധികം ആരാധിക്കുന്ന ദേവിയാണ് മൂകാംബികാ ദേവി. ഇപ്പോഴിതാ അദ്ദേഹം കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡാലസിലെ വീട്ടിൽ നിന്നും ഓൺലൈനിലാണ് അദ്ദേഹം കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നത്. സിന്ദൂരവർണ്ണ കരുണാസാഗര എന്ന കൃഷ്ണസ്തുതി കുട്ടികൾക്ക് പാടിക്കൊടുക്കുകയും കുട്ടികൾ അതേറ്റു ചൊല്ലുമ്പോൾ അതിൽ വരുന്ന തെറ്റുകൾ തിരുത്തി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഗാനഗന്ധർവന്റെ വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, 86-ാം വയസ്സിലും സംഗീത പരിശീലനത്തിന് ഒരു മുടക്കവും വരാത്ത അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ ആലാപനത്തിൽ നിന്നും മനസ്സിലാക്കാം. ആ ശബ്ദമൊന്ന് നേരിട്ട് കേൾക്കാൻ കാത്തിരുന്ന ആരാധകർക്ക് വിരുന്നായി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോ എത്തിയിരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയാറുള്ളത്. പലപ്പോഴും താരങ്ങൾ അമേരിക്കയിൽ ഷോയ്ക്കായും സന്ദർശനത്തിനായും മറ്റും പോകുമ്പോൾ അദ്ദേഹത്തെ കാണുവാൻ വീട്ടിലേക്ക് എത്തുന്നതും പതിവാണ്. അപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുള്ളതും. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റായി എത്തിയത് 86-ാം ജന്മദിനത്തിൽ കൊല്ലൂർ മൂകാംബികാ ദേവിക്ക് മുന്നിൽ അപ്പയ്ക്ക് വേണ്ടി മകൻ വിജയ് യേശുദാസ് ഉദയാസ്തമയ സംഗീതാർച്ചനയിൽ പങ്കെടുത്തതും അതിനിടെ യേശുദാസും ഭാര്യയും മകന്റെ ഫോണിൽ ലൈവിലെത്തി മുന്നിൽ കൂടിയിരുന്ന സംഗീതപ്രേമികളെ സാക്ഷിയാക്കി സംസാരിച്ചതും ഒക്കെയാണ്. തൻ്റെ ഇഷ്ടദേവതാ സന്നിധിയിൽ നടന്ന സംഗീതാർച്ചനയ്ക്ക് യേശുദാസ് അമേരിക്കയിൽ നിന്നും വീഡിയോ കോളിൽ ആശംസകൾ നേരുകയായിരുന്നു. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് സംഗീതാർച്ചന നടത്തിയത്. യേശുദാസിന്റെ ഷഷ്ടിപൂർത്തി മുതൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മൂകാംബിക സംഗീതാർച്ചന സമിതി ഉദയാസ്തമയ സംഗീതാരാധന നടത്തിവരികയാണ്. വിജയ് കീർത്തനം ആലപിക്കുന്നതിനിടയിലാണ് യേശുദാസ് വീഡിയോ കോളിൽ എത്തിയതും സംസാരിച്ചതും. അമ്മേ മൂകാംബികയെ എന്ന പ്രാർത്ഥനയോടെ സംസാരിച്ചു തുടങ്ങിയ അദ്ദേഹം അമ്മ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിച്ചു. സംഗീതാർച്ചന നടത്തുന്ന കാഞ്ഞങ്ങാട് രാമചന്ദ്രനും സൗപർണികാമൃതം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് RK ദാമോദരനുമെല്ലാം ഭാവുകങ്ങൾ നേർന്നിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ 100-ലേറെ സംഗീതജ്ഞരാണ് ഇക്കുറി വാഗ്ദേവിയുടെ മുന്നിൽ ഗാനഗന്ധർവന്റെ ആയുരാരോഗ്യത്തിനായുള്ള സംഗീതാർച്ചനയിൽ പങ്കെടുത്തത്. സംഗീതാർച്ചന മാത്രമല്ല, പ്രത്യേക പൂജയും വിജയ് അപ്പയുടെ പിറന്നാൾ ദിനത്തിൽ മൂകാംബിക ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.